കാസർഗോഡ് കോടോ ബേലൂർ പഞ്ചായത്ത് അങ്കണവാടിയിൽ രക്ഷാബന്ധൻ രാഖി കെട്ടിക്കണമെന്ന നിർദ്ദേശം. ചിത്രങ്ങൾ നാളെ ഉച്ചയ്ക്ക് മുൻപ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നൽകണമെന്ന നിർദ്ദേശവുമായി ICDS കോർഡിനേറ്റർ. ഈ പ്രവർത്തനങ്ങൾ നാളെ അംഗൻവാടിയിൽ ചെയ്യുക. പരസ്പര സ്നേഹം വളർത്താനുള്ള രക്ഷാബന്ധനം ചരട് മാക്സിമം അംഗൻവാടിയിൽ ഉണ്ടാക്കുക. കുട്ടികളെ കൊണ്ട് അങ്ങോട്ടും കിട്ടാൻ അവസരം കൊടുക്കുക. അതുപോലെ പതാക ഉയർത്തൽ ഏത് അംഗൻവാടികളിലും വീടുകളിലും അതിന് പ്രോത്സാഹനം കൊടുക്കുക. അമ്മമാർക്ക് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് CDP നിർദ്ദേശം വെച്ചിട്ടുണ്ട്. സരീഷ് പിക്കാണ് വിവരങ്ങൾ വെച്ചത്. സരീഷ്, നാളെ രാജ്യമെമ്പാടും നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. ത്രിവർണ്ണ പതാക ഉയർത്തി നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ദിനം, സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. അതിന് രക്ഷാബന്ധൻ എന്താണ് അവിടെ കാര്യമെന്ന് മനസ്സിലാകുന്നില്ല. ഇതിപ്പോ എന്താണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ICDSന്റെ നിർദ്ദേശപ്രകാരം ഹർഘർ തിരങ്കയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണം. അത് 13 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് ഈ കോർഡിനേറ്റർ ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതായി അവർ പറയുന്നത് ഈ 15-ാം തീയതി ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ വിദ്യാർത്ഥികൾ ഈ അംഗനവാടികളിലേക്ക് എത്തിയാൽ അവർ തന്നെ ഉണ്ടാക്കുന്ന രാഖികൾ പരസ്പരം ബന്ധിപ്പിച്ച് അവരിൽ സ്നേഹം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്നേഹബന്ധം വളർത്തണം എന്ന രീതിയിലൊരു ശബ്ദ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് ICDSന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നും സംസ്ഥാന വ്യാപകമായി സമാനമായ പരിപാടികൾ എല്ലാ അങ്കണവാടികളിലും സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ കോടോ ബേലൂർ പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളിലും ഈ പരിപാടി സംഘടിപ്പിക്കണം. അതിനുശേഷം ആ ചിത്രം, അതായത് എന്തൊക്കെയാണോ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആ ചിത്രങ്ങളെല്ലാം തന്നെ ICDSന്റെ ഗ്രൂപ്പിൽ നാളെ ഉച്ചയ്ക്ക് 2:30 തന്നെ മികച്ച ഫോട്ടോകളെല്ലാം തന്നെ ICDSന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യണം എന്നുകൂടി ഒരു നിർദ്ദേശം വരുന്നു. അതായത് എല്ലാ രീതിയിലും, അതായത് സാധാരണഗതിയിൽ അംഗൻവാടി എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ എല്ലാ മതത്തിൽപ്പെടുന്ന കുട്ടികളെയും കൊണ്ടുവരുന്ന ഒരു ഇടമാണ്. പിള്ളേർ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് രാഖി കെട്ടാനുള്ള ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. സരീഷ് പിക്കാണ് വിവരങ്ങൾ നൽകിയത്.